ചില ആളുകൾക്ക് ഒരു ധാരണയുണ്ട്, ഹീബ്രു എന്ന ഭാഷ അറിഞ്ഞാലേ ബൈബിൾ മനസ്സിലാക്കാൻ കഴിയൂ എന്ന്. ബൈബിളിൻ്റെ പഴയ നിയമത്തിലെ ഗ്രന്ഥങ്ങൾ എഴുതിയത് എബ്രായ ഭാഷയിലാണെന്നുള്ളത് ശരി തന്നെ. എന്നാൽ പുതിയ നിയമസഭയ്ക്കത് ബാധകമല്ല. പുതിയ നിയമത്തിലെ 27 പുസ്തകങ്ങളും എഴുതുമ്പോൾ മുഖ്യമായും ഉപയോഗിച്ചത് ഗ്രീക്ക് ഭാഷയാണ്. മത്തായിയുടെ സുവിശേഷവും എബ്രായ ലേഖനവും ഒഴിച്ച് ബാക്കി എല്ലാ പുസ്തകങ്ങളും ഗ്രീക്ക് ഭാഷയിലാണ് എഴുതുന്നത്. അതിന് കാരണം എബ്രായ ഭാഷ ഒരു ദേശീയ ഭാഷയും ഗ്രീക്ക് ഭാഷ സാർവത്രിക ഭാഷയുമാണ്. അന്നത്തെ യവന ലോകത്തെ, യഹൂദന്മാരല്ലാത്തവരുടെ ലോകത്തെ ക്രിസ്തു സന്ദേശം അറിയിക്കണമെങ്കിൽ മാധ്യമമായി ഉപയോഗിക്കാൻ ഗ്രീക്ക് അല്ലാതെ വേറെ ഭാഷയില്ല. അതുകൊണ്ട് പുതിയ നിയമം ഗ്രീക്കുമായി അഭേദ്യമായി ബന്ധപ്പെട്ട് കിടക്കുകയാണ്. കൊരിന്തിലുള്ള ആളുകളോ കൊലോസിയിലുള്ള ആളുകളോ എഫെസോസിലെ ആളുകളോ എബ്രായ ഭാഷ പഠിച്ചവരല്ല. അവർക്കതിൽ ഒരു ലേഖനം എഴുതിയിട്ട് വായിക്കാൻ പോലും ആവില്ല. അതുകൊണ്ട് എബ്രായ ഭാഷ ബൈബിൾ മനസ്സിലാക്കാൻ അനിവാര്യമാണെന്ന ധാരണ പുതിയ നിയമസഭയെ ബാധിക്കുന്ന കാര്യമേ അല്ല. പുതിയ നിയമസഭ എബ്രായ ഭാഷയോട് അത്ര കടപ്പെട്ടിരിക്കുന്നുമില്ല. അതുകൊണ്ട് ആ ധാരണ തികച്ചും സങ്കുചിതവും ബാലിശവുമാണ്. അതൊരു അത്യാവശ്യ കാര്യമല്ല എന്നുള്ളതാണ് പരമാർത്ഥം.